Hi everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ BCom BBA സ്റ്റുഡൻസിൻ്റെ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് എന്ന സബ്ജക്റ്റിൻ്റെ എക്സാമാണ് ഈ വരുന്ന 19-ാം തീയതി. അപ്പോൾ നമ്മൾ ഇതിന് മുന്നുള്ള തിയറി സബ്ജക്ട്സ്, അതായത് HRM ആയിക്കോട്ടെ, ബിസിനസ് റെഗുലേഷൻസ് BComൻ്റെയും BBAയുടെയും, ഇതെല്ലാം തന്നെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ക്രാഷ് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നോർമലായിട്ട് 1 മന്തിൻ്റെയൊക്കെ ട്യൂഷൻസ് ഓൾറെഡി കഴിഞ്ഞ മാസം തൊട്ടേക്ക് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു 2-3 ബാച്ചുകളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഈ നമ്മൾ ആദ്യമായിട്ടാണ് ലാസ്റ്റ് ടൈമിൽ 1 ഡേ ക്രാഷ് കോഴ്സ്, 2 ഡേയ്സ് ക്രാഷ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത്. പക്ഷെ അത് അത്രയും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. കുട്ടികളുടെയും ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും, അതേപോലെ തന്നെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസും കൂടിയും പോസിറ്റീവായിട്ടുള്ളത് അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ നമ്മൾ കുറേ പേര് ചോദിച്ചു, പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് BComനും BBAയ്ക്കും കോമൺ ആയിട്ട് വരുന്നൊരു പേപ്പറാണ്, ഇതിൻ്റെ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണോ, നമുക്ക് ദിവസങ്ങൾ ഉണ്ടല്ലോ, അപ്പോൾ ഒരു 1 ഡേ 2 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഫീസ് അത്രയും എന്താ പറയുക, കുറവ് ഫീസിൽ തന്നെ 3 ദിവസം കൊണ്ടൊക്കെ എടുത്ത് തരുമോ ചോദിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ലാസ്റ്റ് എക്സാമാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം 3 ഡേയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 15-ാം തീയതിയാണ്. 15 സൺഡേ, അതേപോലെ തന്നെ 16, 17 ഈ 3 ദിവസം കൊണ്ടാണ് നമ്മൾ ആ ഒരു സബ്ജക്റ്റ് പഠിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയും പുസ്തകങ്ങൾ തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, ഈ 3 ദിവസം കൊണ്ട് നമുക്ക് സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ പഠിച്ചു കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കൊരു റിവിഷൻ കൂടിയായിരിക്കും ഈ ഒരു 3 ദിവസം കേട്ടോ. അപ്പോൾ ഈ 15, 16, 17 എന്താ വെച്ചതെന്ന് വെച്ചാൽ 18-ന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് പഠിക്കാം. അപ്പോൾ നമ്മളെ നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും നിങ്ങൾക്ക് അപ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് ഒന്ന് വായിച്ച് നോക്കാനും, ഒന്ന് പഠിച്ചതൊക്കെ ഒന്ന് എന്താ പറയുക റിവൈസ് ചെയ്ത് നോക്കാനും ഒക്കെയുള്ള ഒരു ടൈമായിരിക്കും ആ ഒരു തലേ ദിവസം. ദെൻ 19-ാം തീയതി നിങ്ങൾക്ക് എക്സാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 15, 16, 17 എന്നുള്ള രീതിക്ക് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. രാത്രി ആയിരിക്കും നമുക്ക് ട്യൂഷൻ ഉണ്ടായിരിക്കുക, ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. അപ്പോൾ സമയം പറയുകയാണെങ്കിൽ ഒരു 7 മണി തൊട്ട് ഒരു 8:30 വരെയോ, അല്ലെങ്കിൽ 7:30 തൊട്ട് ഒരു 9 മണി വരെയൊക്കെ ആയിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ അത് അങ്ങനെയാണ്, രാത്രി സമയങ്ങളിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടായിരിക്കും, നോട്ട്സ് ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരിക്കും, സിമ്പിളായിട്ടുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻ, ഷോർട്ട് എസ്സേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എക്സാമിന് എഴുതേണ്ട രീതി കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു ട്യൂഷനിൽ തന്നെ സെറ്റാക്കി തരും. ഓക്കെ, അപ്പോൾ ഒരുപാട് കുട്ടികൾ ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ HRMലും ബിസിനസ് റെഗുലേഷനിലൊക്കെ ഉണ്ടായ കുട്ടികൾ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ലിമിറ്റഡ് സീറ്റ്സ് ആണ് ബാക്കിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ലാസ്റ്റ് ടൈം, ജോയിൻ ചെയ്യാനുള്ള ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 15-ാം തീയതി സൺഡേ വൈകുന്നേരം 5 മണി വരെയാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ എനിക്ക് ആ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസൊക്കെ വായിച്ച് നോക്കി ഓക്കെ ആണെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽസ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ കോൾ ചെയ്യാനും സാധിക്കും, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.